ഹായ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ്റെ കുറച്ച് ഓർമ്മകളുമായിട്ടാണ് വന്നത്. എൻ്റെ അച്ഛനൊരു വില്ലേജ് മാനായിരുന്നു, അതായത് കോൽക്കാരൻ. അപ്പം അന്ന് ഒക്കെ അവർക്ക് പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ഏത് വില്ലേജിലാണോ കിട്ടുന്നത് അതിൻ്റെ സമീപ പ്രദേശത്തെ വീടുകളിൽ സ്ഥലത്തിൻ്റെ നികുതി പോയി പിരിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത് ഇവിടെ. അപ്പം അച്ഛനൊരു 9 മണിയാകുമ്പം വീട്ടിൽ നിന്ന് പോകും. അച്ഛൻ അങ്ങനെ ബസ്സിലൊന്നും പോകില്ല, അടുത്തൊക്കെ ആണെങ്കിൽ നടന്നാൽ പോവുക. കാലിലൊരു ചെരുപ്പ് പോലും ധരിക്കാറില്ല. അച്ഛൻ ഓഫീസിൽ പോയി എല്ലാ വീടുകളിലും കയറി, അന്ന് ഇന്നത്തെ പോലെ അക്ഷയ കേന്ദ്രങ്ങളോ വില്ലേജ് കൊണ്ട് ചടയ്ക്കുന്നതോ ഒന്നുമില്ല നികുതി. കോൽക്കാരന്മാർ വീട്ടിൽ പോയി പിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പം അധിക വീടുകളിലും ചെന്നാൽ അവർ പെണ്ണുങ്ങളാണെങ്കിൽ വീടിൻ്റെ പിൻവശത്തേക്ക് പോയി കയറി. അപ്പോൾ അവരെ വയ്യ നടന്ന് വീട്ടിലെന്നും ഉമ്മറത്തൊരു കിണ്ടി ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ പൈപ്പ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആര് വന്നാലും വെള്ളം എടുത്ത് കഴുകിയിട്ടേ അകത്തേക്ക് പ്രവേശിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഉമ്മറത്ത് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. അപ്പോൾ ആ കിണ്ടി അവിടെ ഉണ്ടാവും. അവരോട് പോയിട്ട് പറയുക, വെച്ച് നിങ്ങൾ നികുതിൻ്റെ പൈസ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ കിണ്ടി എടുത്ത് ഞാൻ പോകുന്നു. അപ്പോൾ അവർ വന്ന് പൈസ എടുത്തു. അങ്ങനെ ഓരോ തന്ത്രങ്ങളിലൂടെയാണ് നികുതി പിരിച്ചെടുക്കുന്നത്. ഇന്നത്തെ കാലം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ ആ പൈസയെല്ലാം പിരിച്ച് ഇത് നേരെ ഓഫീസിലല്ല കൊണ്ടുപോവുക, വീട്ടിലാണ്. വീട്ടിൽ വന്ന് ഒരു പുൽപ്പായ വിരിച്ച് അതിലേക്ക് ഈ പൈസയെല്ലാം ചെരിഞ്ഞ് കണക്കൊക്കെ കൃത്യമായി എഴുതി കുട്ടികളായ ഞങ്ങളും കൂടും ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പിറ്റേന്ന് വില്ലേജിൽ കൊണ്ടുവച്ച് ഏൽപ്പിക്കുക. ഇതൊക്കെയാണ് കോൽക്കാരന്മാരെ ജോലി. ഇന്നത്തെ കാലം നമുക്കത് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? അക്ഷയയിലും വില്ലേജ് ഓഫീസിലൊക്കെ പോയല്ലേ നമ്മൾ നികുതി പിരിക്കാറുള്ളത്. അതും അന്ന് PSC വഴിയൊന്നുമല്ല നിയമനം. അച്ഛൻ്റെ അമ്മാവൻ ഈ കോൽക്കാരനായിരുന്നു. അപ്പോൾ അമ്മാവിൻ്റെ കൂടെ കുറച്ച് നടന്ന് പരിചയത്തിലാണ് അച്ഛൻ ആ ജോലി കിട്ടുന്നത്. അത് അവസാന കാലം വരെ അച്ഛൻ സത്യസന്ധമായിട്ട് ചെയ്ത്. പിന്നെ ആ പ്രദേശത്തുള്ള എല്ലാവരും നികുതി അച്ഛനാണ് അടക്കുക. അച്ഛൻ അത് അവരോട് വാങ്ങലൊന്നുമില്ല, അച്ഛൻ കൊണ്ടുപോയി അടയ്ക്കും. അപ്പോൾ അവർക്ക് അച്ഛനിൽ ഭയങ്കര വിശ്വാസമായിരുന്നു അച്ഛൻ അടയ്ക്കുന്നുള്ളതിൽ. പിന്നെ അവർ പൈസയും കൊണ്ടുവന്ന് അച്ഛനത് വാങ്ങാറുമില്ല. പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ അമ്മമ്മയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്. പക്ഷേ അമ്മമ്മേൻ്റെ എല്ലാ സ്ഥലങ്ങളെയും നികുതി എൻ്റെ അച്ഛനാണ് അടയ്ക്കുക. ഇന്നത്തെ മാതിരി നൂലാമാലകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു അമ്മമ്മ മരിച്ചിട്ട് 20 വർഷം വരെ കഴിഞ്ഞിട്ടാണ് ഇവർ ഭാഗിച്ചെടുത്തത്. അക്കാലം അത്രയും എൻ്റെ അമ്മമ്മേൻ്റെ നികുതിയെല്ലാം അമ്മയുടെ പേരിലായിരുന്നു അടയ്ക്കുക. ഇന്നത്തെ കാലം ഒന്ന് സങ്കല്പിച്ച് നോക്കുക, അപ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാമായിരിക്കും ഇന്ന്. പക്ഷേ എൻ്റെ അച്ഛനോ അമ്മയോ അവരിൽ നിന്ന് ഒരു സാധനം എടുക്കുമോ? നികുതി ഇത്രയും കാലം അമ്മേൻ്റെ ഒരു 45 വർഷത്തോളം അമ്മേൻ്റെ പേരിലാണ് നികുതി അടച്ചിരുന്നത്. എന്നാലും അമ്മാവന്മാരൊക്കെ ഗുജറാത്തിലായിരുന്നു. അവർ വരുന്നവരെ അത് സംരക്ഷിച്ച് കൊണ്ട് നടന്ന് അവർ വന്നപ്പോൾ ഊതി വെച്ച് സമഭാഗങ്ങളാക്കി അമ്മയ്ക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു ഭാഗം മാത്രമാണ് അമ്മയ്ക്ക് കൊടുത്തത്. ഇന്നൊക്കെ ആണെങ്കിൽ നടക്കുമോ? അത്രയും സത്യസന്ധമായിട്ടുള്ള ജീവിതമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഒരു ചെരുപ്പ് പോലും ധരിക്കാതെയാണ് നടക്കാൻ. എന്നെ കൊണ്ടുപോയത് ഒരു റോഡ് സൈഡുള്ള വീട്ടിലാണ്. അച്ഛൻ വന്നു എന്ന് എന്നെ കാണാൻ വന്നു എന്ന് ഞാൻ അറിയുന്നത് വെള്ളം കോരുന്ന ഒച്ച കേട്ടിട്ടായിരിക്കും. റോഡ് സൈഡുള്ള വീടായതുകൊണ്ട് കിണ്ടിയിൽ വെള്ളമൊന്നും ഉമ്മർത്ത് വെക്കാറില്ല. പക്ഷെ അച്ഛൻ വന്നാൽ വെള്ളം കോരി കാല് കഴുകിയിട്ടേ അകത്തേക്ക് പ്രവേശിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. ഇനിയും എനിക്കൊരു 100 കോടി ജന്മം ഉണ്ടെങ്കിൽ ആ പുണ്യാത്മാവിൻ്റെ മകളായി ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.